الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خيرا مما يجمعون പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അവന്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാം അറബി മാസം ആയ റബീഉൽ അവ്വൽ മാസം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പരിചിതമായത് ഒരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ പേരിൽ ജന്മദിനം അഥവാ മൗലൂദ് കഴിക്കുന്ന ഒരു മാസത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. എന്നാൽ ഈ റബീഉൽ അവ്വൽ മാസത്തിന് ഇസ്ലാമിൽ എന്ത് ശ്രേഷ്ഠതയാണ് പ്രവാചകൻ അല്ലാഹുവും പ്രവാചകനും പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ
റബീഉൽ അവ്വലിൽ സാധാരണ പോലെ ഉള്ളതല്ലാത്ത ഒന്നും ശറഇൽ നമുക്ക് കാണുക സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് വസ്തുത. നമുക്കറിയാം മറ്റു മാസങ്ങൾ ചില പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുള്ള മാസങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. ഇപ്പൊ റമദാൻ മാസം, ആ റമദാൻ മാസത്തെ പ്രത്യേകമായ പുണ്യമുള്ള മാസമായിട്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാസത്തിൽ നമുക്ക് നോമ്പ് നിർബന്ധമാക്കി അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും എന്നങ്ങ് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തെ എടുത്തു പറയുകയാണ്. ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൻ ലിന്നാസ്, മനുഷ്യർക്ക് സന്മാർഗമായി കൊണ്ട് ഖുർആൻ ഇറക്കപ്പെട്ട പരിശുദ്ധമായ മാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പവിത്രതയുള്ള മാസങ്ങൾ ശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് വേറെയും 4 മാസങ്ങൾ. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞിട്ട് അതിൽ 4 മാസങ്ങൾ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാണ്. ഏതൊക്കെയാണ് ആ 4 മാസങ്ങൾ? നമുക്കറിയാം ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, റജബ്, 4 മാസം. ഇങ്ങനെ പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന മാസങ്ങളെ കുറിച്ചും അതിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരില്ല. എന്നാൽ സഹോദരങ്ങളെ, റബീഉൽ അവ്വലിലേക്ക് നോക്കൂ. എന്തെങ്കിലും ഒരു പ്രത്യേകതകൾ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കാണണ്ടേ, ഖുർആനിൽ വരണ്ടേ, ഖുർആനിൽ ഇടം പിടിക്കണ്ടേ, ഏതെങ്കിലും ഒരു ആയത്തിൽ അത് കാണണ്ടേ? അങ്ങനെ റബീഉൽ അവ്വലിന് ഇന്ന പ്രത്യേകതകൾ ഉണ്ട് എന്ന് നമുക്ക് പഠിപ്പിക്കണ്ടേ? അപ്പോഴല്ലേ അത് ഒരു ശറഈല് നിയമമായിട്ട് വരിക. എന്താണ് ഇന്ന് നോക്കൂ, നമ്മുടെ സമൂഹം എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ഈ സമൂഹം, നമ്മുടെ ഈ കൗമ് ആഘോഷമെന്ന് കേൾക്കുമ്പോൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്, അങ്ങോട്ട് തുള്ളിച്ചാടി ഇറങ്ങുകയാണ്. മനുഷ്യനല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ആഘോഷം കിട്ടാൻ കാത്തിരിക്കാൻ, ആഘോഷിക്കാൻ. അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഇസ്ലാമിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഒരു ആഘോഷം നമ്മൾ ഉണ്ടാക്കാൻ നമുക്ക് പാടില്ലാത്തതാണ്. അതിനല്ലേ പ്രവാചകൻ വന്നു. അന്തിമ പ്രവാചകനായിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു. നമുക്കെല്ലാം പഠിപ്പിച്ചു വന്നു. എല്ലാം ഏതുവരെ എന്ന് ചോദിച്ചാൽ, ഒരാളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ മുഴുവൻ കാര്യങ്ങൾ, A to Z ഉള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ഏതുവരെ? ഒരാൾ ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെ, ഏത് കാല് വെച്ചുകൊണ്ട് പ്രവേശിക്കണം, ഇത്യാദി മുഴുവൻ കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും ഒന്നും വിട്ടുപോയിട്ടില്ല. ആ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോ അവരാരും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പാടില്ല. അതിനാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധനമുണ്ട്, ബിദ്അത്ത് എന്ന് പറയുന്നത്. പുതുനിർമ്മിതമായ കാര്യങ്ങൾ, പുത്തനാചാരങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ കാര്യത്തിൽ, അഥവാ ഈ ദീനീ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്നാൽ,
ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, എന്താണ് നമ്മുടെ കൗമ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് മുസ്ലിം പള്ളി ഏതാണ്, ക്രിസ്ത്യൻ പള്ളി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ പള്ളികൾ ബൾബുകൾ കൊണ്ട്, ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. സാധാരണ ഒരു ക്രിസ്ത്യൻ പള്ളി പെരുന്നാൾ പോലെ. ക്രിസ്ത്യൻ പള്ളി പെരുന്നാളിൽ നമ്മൾ കാണുന്നത് എന്താ? നല്ല ലൈറ്റും ഒക്കെ ഇട്ട് അലങ്കരിച്ച് അങ്ങനെ പ്രകാശത്താൽ അല്ലേ? ഇതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ പള്ളികൾ അക്കോലത്തിലാക്കി മാറ്റിയിരിക്കുന്നു. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട, ആരാധിക്കപ്പെടേണ്ട, പവിത്രമാക്കപ്പെട്ട മസ്ജിദുകൾ ഇന്ന് ഏതു കോലത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? റബീഉൽ അവ്വലിന്റെ പേരിൽ, നബിയുടെ ജന്മദിനത്തിന്റെ പേരിൽ. പണ്ടൊന്നും അതില്ലായിരുന്നു. പണ്ട് വെളിയിലായിരുന്നു. വെളിയിൽ രണ്ട് തൂണും മുളയും ഒഴിച്ചിട്ട് ഓലയൊക്കെ മടക്കി ചുറ്റിവെച്ച് അതിനകത്ത് ട്യൂബും ഒക്കെ പിടിപ്പിച്ച് അങ്ങനെയൊക്കെയായിരുന്നു. അത് പതുക്കെ പതുക്കെ കയറി 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 പള്ളിയുടെ മിനാരം വരെ എത്തി എന്നുള്ളതാണ്. നമ്മുടെ പള്ളിയുടെ മിനാരം വരെ എത്തി. ഇത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കോലത്തിലായി. മുസ്ലിം പള്ളി ഏത്, ക്രിസ്ത്യാനി പള്ളിയാണോ മുസ്ലിം പള്ളിയാണോ? പിന്നെ എങ്ങനെയാ തിരിച്ചറിയുക? ബാങ്ക് കേൾക്കും, അപ്പൊ ഇതും ഉറപ്പാണ് ഇത് മുസ്ലിം പള്ളിയാണ്. ആ കോലത്തിലായി. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ്, കേക്ക് മുറിക്കുക, കേക്ക് വെച്ചിട്ട് മുറിക്കുകയാണ്, എന്നിട്ട് ചൊല്ലുകയാണ് ഹാപ്പി ബർത്ത്ഡേ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് മുറിക്കുന്നു. എവിടെ നിന്നാണ് ഇത് കിട്ടിയത്? ഈ കൗമ് എങ്ങോട്ടാണ് ഈ കൗമിന്റെ പോക്ക്? പേടിക്കേണ്ടിയിരിക്കുന്നു. അങ്ങോട്ട് തന്നെയാണ് പോക്ക്. എങ്ങോട്ട്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ലതത്തബിഅന്ന അൻ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് ലതത്തബിഅന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ حتى لو دخلوا جحر الضب لدخلتموه فقلنا يا رسول الله اليهود والنصارى قال فمن അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു പറഞ്ഞു കൊടുക്കുകയാണ്. ലതത്തബിഅന്ന, നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. സുനന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുമ്പുള്ളവരുടെ ചര്യകൾ, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾ ചെയ്തത് മാതിരിയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ അത് അതുപോലെ ചെയ്യും. ഏതുപോലെ? എങ്ങനെ? ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാൺ, മുഴത്തിന് മുഴം. അവരെങ്ങനെയാണോ വെച്ചത് അതേപോലെ, അവരെങ്ങനെയാണോ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഈ കൗമ, ഈ ഉത്തമ സമൂഹം, ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത്തു ലിന്നാസ്, ലോക ജനതയ്ക്ക് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഉത്തമ സമൂഹം നിങ്ങളാകുന്നുവെന്ന് ഖുർആൻ പഠിപ്പിച്ച നമ്മളെ കുറിച്ച് ആണ് ഇങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞത്. അവരെ പോലെ നിങ്ങളും ആയിത്തീരും. ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഇൻ, ചാണിന് ചാൺ, മുഴത്തിന് മുഴം, ഒരു മാറ്റവുമില്ലാതെ ചെയ്യുമെന്ന്. ഹത്താ ലൗ ദഖലു ജുഹറ ദ്ദബി ലദഖൽതുമുഹു, ഇനി അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടു പോയി ഉണ്ട്, ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് അവർ പ്രവേശിച്ചതെങ്കിൽ അവിടെയും നിങ്ങൾ കയറും. അതിലും വ്യത്യാസം വരുത്തില്ല, അവിടെയും കാണും നിങ്ങൾ. അതിലും കയറാനും നിങ്ങളുണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ അവർ ചോദിക്കുകയാണ്, സഹാബത്ത് ചോദിക്കുകയാണ്. ഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദ വൻ നസാറ, ഇവര് ജൂത നസാറാക്കളെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? നബി തിരിച്ചു ചോദിച്ചത് ഖാല ഫമൻ, പിന്നെ ആരാ? ഈ ജൂത നസാറാക്കളെയാണ് ഇന്ന് ഈ കൗമ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്.
സഹോദരങ്ങളെ, പ്രവാചകന്റെ സ്നേഹവും ഈ ബർത്ത്ഡേ ആഘോഷവും രണ്ടായിട്ട് നമ്മൾ കാണണം. രണ്ടായിട്ട് കാണും. ഒരു തെറ്റിദ്ധരിപ്പിക്കലുണ്ട്. ഇവർക്ക് പ്രവാചകനോട് ഹുബ്ബില്ല, മഹബത്തില്ല, ഇവര് പ്രവാചകനെ പിന്നെ സ്നേഹിക്കാത്തവരാണ്, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവരാണ് എന്നൊക്കെ സാധാരണക്കാരെ ഈ പണ്ഡിതന്മാർ വന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ വല്ലാത്ത ഹാലിളകും കൗമിനി. ശരിയാണല്ലോ. കാരണം എന്താ, ഒരു നബിദിനം വന്നിട്ട് നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഒരു ബഹളമോ ഒന്നും കാണുന്നില്ല, ഒരു മൗലൂദ് പാരായണം കൂടിയിരുന്നു ചൊല്ലലും ഒന്നും കാണുന്നില്ല. അപ്പൊ ഈ സാധാരണക്കാരനായ ആളുകൾ എന്ത് പറയും? ശരിയാണ്, ഇവർക്ക് ഒന്നുമില്ല, സ്നേഹമില്ല. സഹോദരന്മാരെ, അങ്ങനെയാണോ? അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോഴും നമ്മളെ ജുമാ ആമുഖത്തിൽ എന്തെല്ലാം പറഞ്ഞു? റസൂലിനെ നമ്മൾ പറഞ്ഞില്ലേ, സ്വലാത്ത് ചൊല്ലിയില്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ എന്ന് നമ്മൾ തുടക്കത്തിൽ ചൊല്ലിയില്ലേ, പ്രാർത്ഥിച്ചില്ലേ, സ്വലാത്ത് ചൊല്ലിയില്ലേ? റസൂലിന്റെ മേൽ ചൊല്ലണമെന്നാണ് പറയുന്നത്. പക്ഷേ ഈ റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന ആ ദിവസത്തിലാണ് നബി ജനിച്ചത്. അതുകൊണ്ട് ബർത്ത്ഡേ ആഘോഷം പാടില്ല, തെറ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമ്മുടെ പിന്നെ വീടുകളിലുമൊക്കെ ചെയ്യുന്നതിനെ നമ്മൾ എതിർക്കാറില്ലേ? ഈ പണ്ഡിതന്മാർ തന്നെ പറയും അത് ക്രിസ്ത്യൻ ആചാരമാണ്, തെറ്റാണ്, ബർത്ത്ഡേ ആഘോഷവും കേക്ക് മുറിക്കലും ഒക്കെ തെറ്റാണ്, അത് പിന്നെ മറ്റുള്ളവരുടെ ചര്യയെ പിൻപറ്റലാണ് എന്ന് പറയുന്നവർ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഹുബ്ബ് എന്ന് പറയുന്നത് നമ്മൾ വേറെ മനസ്സിലാക്കി. ഹുബ്ബുണ്ട്, ഹുബ്ബ് വേണം. ഹുബ്ബില്ലെങ്കിൽ പിന്നെ എന്തല്ല, അവൻ മുഅ്മിനല്ല എന്നാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ഒരിക്കലും വിശ്വാസിയാവുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായി തീരുന്നവരെ. എന്നിട്ട് പറഞ്ഞു മിൻ വാലിദിഹി വവലദിഹി, പിതാക്കളെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും വന്നാസി അജ്മഈൻ, മുഴുവൻ ആളുകളെ ജനങ്ങളെക്കാളും ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനായി തീരുന്നത് വരെ നിങ്ങൾ വിശ്വാസിയാവുകയില്ല എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഈ ജന്മദിനം കഴിക്കുക എന്നത്, അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ഇസ്ലാമിലില്ലാത്ത ഒരു പുതിയ പുത്തൻ ആചാരമാണ്. ഇത് ആർക്കും പരിചയമില്ലാത്തതാണ്. ഉത്തമ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ 3 നൂറ്റാണ്ട്, 3 തലമുറയും കഴിഞ്ഞുപോയില്ലേ? റസൂലിന്റെ കാലഘട്ടവും അതിനടുത്തുള്ള കാലഘട്ടവും അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള കാലഘട്ടവും. ഖൈറുൽ ഖുറൂനി സലാസ, 3 ഉത്തമമായ നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ പ്രവാചകൻ പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പറയപ്പെട്ട ആ 3 നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു ആചാരം ഇല്ല, കാണുക സാധ്യമല്ല. നിങ്ങൾ പരിധിക്കോ, കിതാബുകൾ മുഴുവനും പരിശോധിച്ചു, ഇങ്ങനെ ഒരു ആചാരം പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല. എത്ര റബീഉൽ അവ്വൽ കഴിഞ്ഞുപോയി, പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ 23 റബീഉൽ അവ്വൽ പ്രവാചകനായതിനു ശേഷം 23 റബീഉൽ അവ്വൽ കടന്നുപോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ തന്റെ സ്വഹാബാക്കളെ വിളിച്ചുകൊണ്ട് ഇന്ന് ഞാൻ ജനിച്ച ദിവസമാണ്, നമുക്ക് എന്തെങ്കിലും പരിപാടി വേണ്ടേ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ അവർ? ഒരു കാരക്കാക്കീറയെങ്കിലും അതിന്റെ പേരിൽ പ്രവാചകൻ പിന്നെ വിതരണം ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? വിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാർ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ജന്മദിനം ഇന്നതാണ് എന്ന് ഇത്ര തീയതിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? തീയതി കുറിച്ച് വെച്ച് പറഞ്ഞിട്ടുണ്ടോ? അത് പ്രസക്തമല്ല. ജനനം പ്രസക്തമല്ല. പ്രവാചകന്റെ കർമ്മങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അങ്ങനെ കഴിഞ്ഞുപോയ പ്രവാചകന്മാരെല്ലാവരും
ചെയ്ത ആ സൽപ്രവർത്തനങ്ങളാണ് ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ അവിടെ ഒന്നും അവരുടെ ജനനം പറയുന്നില്ല, മരണവും പറയുന്നില്ല. നബി വഫാത്തായത് എന്നാണെന്ന് പറയുന്നുണ്ടോ? ഖുർആനിലുണ്ടോ നബി വഫാത്ത്? നമ്മൾ മനസ്സിലാക്കണം, റബീഉൽ അവൽ 12-നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എന്ന് ഉള്ള കാര്യത്തിൽ പണ്ഡിത ലോകത്തിൽ ഇജ്മാഉള്ള കാര്യമാണ്. വഫാത്തായത് റബീഉൽ അവൽ 12-നാണ് എന്ന് ഇജ്മാഉള്ള കാര്യമാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. റബീഉൽ അവൽ 12-നാണ് പ്രവാചകൻ വഫാത്താകുന്നത്, ഈ ലോകത്തു നിന്ന് യാത്രയാവുന്നത്. എന്നാൽ ജനനത്തിലോ പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റബീഉൽ അവൽ 2-നാണെന്ന്, 9-നാണെന്ന്, 18-നാണെന്ന്, അങ്ങനെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ വഫാത്തിന്റെ കാര്യത്തിൽ നബി വഫാത്തായത് റബീഉൽ അവൽ 12-നായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. നോക്കുക സഹോദരങ്ങളെ, അപ്പൊ പ്രവാചകൻ മരണപ്പെട്ട ദിനത്തിലാണ് ഈ കാണുന്നത്, ഈ കണ്ട ആഘോഷങ്ങൾ എന്തൊക്കെ തരത്തിലാണ്. ആ വർക്കല ഭാഗങ്ങളിൽ ഞാൻ കുറച്ചുനാൾ ജോലി ചെയ്തായിരുന്നു. ഒരു 10, 15, 20 കൊല്ലം മുമ്പ് അവിടെ ഇങ്ങനെ ഈ വാഹനത്തിൽ ബോക്സുകൾ ഇങ്ങനെ അടുക്കടുക്കി വെച്ചിട്ട് അന്നത്തെ പാട്ട്, ഏറ്റവും ലേറ്റസ്റ്റ് പാട്ടുകൾ അന്ന് ആമ്പിള്ളേര് പാടി തുള്ളുമായിരുന്നു വണ്ടിയുടെ നിന്നുകൊണ്ട്. മുക്കാബുല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള അന്നത്തെ പാട്ട് പാടി എന്താണ് ഇവിടെ ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, നമ്മൾ നിസ്കാരത്തിലായിരിക്കും, ഇങ്ങനെ പാടി പിള്ളേർക്ക് അത് മതി. ഇതൊക്കെ പ്രവാചകന്റെ പേരിൽ വഫാത്തായതാണ്, പ്രവാചകൻ വഫാത്തായതാണ്. നിങ്ങൾ ഇന്ന് പള്ളികളിൽ മിമ്പറുകളിൽ ഇന്നത്തെ ഖുത്ബ ശ്രദ്ധിക്കണം. മുസ്ലിയാക്കന്മാർ ആ നബാത്തി ഖുത്ബ എടുത്ത് വായിക്കത്തില്ലേ? പ്രവാചകന്റെ വഫാത്തിനെ കുറിച്ചാണ് പറയുന്നത്. നബാത്തി ഖുത്ബ വഫാത്തു നബിയെ കുറിച്ചാണ് പറയുന്നത്. 2-3 ഖുത്ബകൾ ആ മാസം റബീഉൽ അവൽ മാസത്തിലെ ആദ്യത്തെ 2-3 ഖുത്ബകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ വായിക്കുന്ന ഖത്തീബിനും അറിയില്ല, കേൾക്കാനിരിക്കുന്നവർക്കും ഇതെന്താ സംഭവം എന്നറിയില്ല. കാരണം അറബിയിലാണല്ലോ വായിക്കുന്നത്. ആ തരത്തിലാണ്, അറിയില്ല. എന്നിട്ട് ഈ ഖത്തീബ് തന്നെയാണ് പിന്നെ നിസ്കാരം കഴിയുമ്പോ പിന്നെ കൊടി കയറ്റുന്നത്. മൗലായ സല്ലി വസല്ലം എന്നും പറഞ്ഞിട്ട് കൊടിയേറ്റുന്ന ഈ ഖത്തീബ് തന്നെ പറയുന്നത് റസൂലിന്റെ വഫാത്ത് പറഞ്ഞ് ഇറങ്ങിയ ആളാണ്. ഇത് മനസ്സിലാക്കാതെ പോകരുത് നമ്മൾ, ഇത് തിരിച്ചറിയണം. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. പ്രവാചകനെ സ്നേഹിക്കുന്ന ഇങ്ങനെ തെരുവിൽ ഇങ്ങനെ ബഹളം വെച്ചിട്ടാണോ, വഴി ബ്ലോക്ക് ചെയ്തിട്ടാണോ? ഈമാന്റെ ഏറ്റവും ദുർബലമായ അൽ ഈമാനു ബിദുഉം വസബഊന ശുഅബ അല്ലേ? ഈമാൻ കുറെ ശാഖകളാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅദ്നാഹാ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യലാണ് ഈമാൻ എന്ന് പഠിപ്പിച്ച റസൂലിന്റെ അനുയായികൾ. ഈ ജാഥയുടെ പേരിൽ മണിക്കൂറുകളോളം റോഡുകൾ ബ്ലോക്ക് ചെയ്ത് പ്രവാചകനെ ചീത്ത പറയിപ്പിക്കുകയല്ലേ മറ്റുള്ളവരെ കൊണ്ട്. അവർ ഈ ബസ് യാത്രക്കാരും എല്ലാം അവിടെ തടഞ്ഞപ്പെട്ട് കിടക്കുകയല്ലേ. അവരെന്താ വിചാരിക്കുക? ഇതാര് പഠിപ്പിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യാൻ? എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? അങ്ങനെയാണോ സഹോദരങ്ങളെ? അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇതെന്നാണ് തുടങ്ങിയതെന്നൊക്കെ പണ്ഡിത ലോകം നമുക്ക് പറഞ്ഞു തരുന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ ലം തനഖുലു മിൻ അഹദിൻ മിന സലഫി സ്വാലിഹ്
മിനൽ ഖുറൂനി സലാസ. ഈ മൗലൂദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്, വളരെ പുതിയ കാര്യമാണ്, ബിദ്അത്താണ്. ആരാ പറയുന്നത്? ഇബ്നു ഹജറുൽ ഹൈതമി. അദ്ദേഹമാ പറയുന്നത് അസ്ലുൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. ലം തനഖുലു മിൻ അഹദിൻ മിന സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. ആദ്യ 3 നൂറ്റാണ്ടിൽ ജീവിച്ച സലഫു സ്വാലിഹീങ്ങളിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പറയും, ഇബ്നു ഹജറുൽ ഹൈതമി. അതുപോലെ തന്നെ ഇമാം സഖാവി അദ്ദേഹത്തിന്റെ ഇആനത്തു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഇന്ന അമലുൽ മൗലൂദി ഹദസുൻ ബഅദ ഖുറൂനി സലാസ. അദ്ദേഹം പറയുന്നത് മൗലൂദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 300-ന് ശേഷം ഉണ്ടായ കാര്യമാണ്. അദ്ദേഹം പറയും. ആരാണ് പറയുന്നത്? ഇമാം സഖാവി പറയുന്നത്. ഈ ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത പ്രദേശത്തുകാരൻ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി, അദ്ദേഹം കുറെ കവിത എഴുതുന്നയാളായിരുന്നു. ഈ മൗലൂദിനെ കുറിച്ച് അദ്ദേഹം കുറെ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു സത്യമുണ്ട്. എന്താണ് ആ സത്യം? മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തത്, അത് ഹിജ്റ 300-ന് ശേഷം വന്നത് എന്നും സഹാബി പറയുന്നതായി കാണുന്നത്, അത് ഹലഫി 1-ാം വാള്യമിൽ നോക്കേണ്ടത്. എല്ലാം പറഞ്ഞു. മൗലൂദ് കഴിക്കൽ മുമ്പ് പതിവില്ല, അത് ഹിജ്റ 300-ന് ശേഷം വന്ന കാര്യമാണ്, ഇത് സഹാബി പറയുന്നത് ആയി കാണുന്നു. പേജ് നമ്പർ ഇത്ര എന്നെല്ലാം വളരെ കൃത്യമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞ ആരാ? ചില്ലറക്കാരാണോ അവർ? ഉത്തമ നൂറ്റാണ്ടുകാർ മഹാന്മാരായൊക്കെ ജീവിച്ചിരുന്ന ആ കാലം, എല്ലാ തരത്തിലുള്ള പണ്ഡിതന്മാരും മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഒക്കെ ജീവിച്ച, അതേപോലെ തന്നെ സഹാബാ കിറാമുകൾ, ഖുലഫാഉർ റാഷിദുകൾ ഒക്കെ ജീവിച്ച കാലമാണ് ഈ 3 നൂറ്റാണ്ട് എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഈ ഏർപ്പാട് ഇല്ല എന്നാണ്. അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ കാണിക്കട്ടെ. ഇവർ ഈ ആഘോഷിക്കുന്നവർ, ഈ പറയുന്ന ആളുകൾ, പ്രസംഗിക്കുന്നവർ, മൗലൂദിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് പറയട്ടെ അവർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷക്കാലം ഭരണം നടത്തി. ഇസ്ലാമിയ ഖിലാഫത്ത് 2.5 വർഷക്കാലം. അബൂബക്കർ സിദ്ദീഖ് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മമിത്രമാണ്. ഹിജ്റയിൽ കൂടെ ഉണ്ടായിരുന്നയാളാണ്. നബി പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2.5 വർഷക്കാലം ഭരണം നടത്തി. ഈ 2 വർഷം റബീഉൽ അവ്വൽ കടന്നു വന്നു. എന്തെങ്കിലും ഒരു ആഘോഷം തന്റെ ഭരണത്തിന്റെ കീഴിൽ ആ നാട്ടിൽ നടപ്പിലാക്കിയോ? റബീഉൽ അവ്വൽ അല്ലേ, നബി ജനിച്ചതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇവർക്കൊക്കെ സ്നേഹം ഇല്ലേ? ഇല്ലാഞ്ഞിട്ടാണോ? ഇവർക്കൊന്നും സ്നേഹമില്ല. അങ്ങനെ പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം ഭരണം നടത്തി. 10 വർഷക്കാലം, 10 റബീഉൽ അവ്വൽ കടന്നുപോയി. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ, നബിദിനം ആണ്, റബീഉൽ അവ്വൽ ആണ്, നമ്മുടെ നബിയുടെ ജന്മദിനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചുവോ? എന്താ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ഇവർക്കാർക്കും സ്നേഹമില്ലാഞ്ഞിട്ടാണോ? സ്നേഹം അങ്ങോട്ട് പഠിപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എന്നാണോ എന്നുള്ള ധ്വനിയാണോ നമ്മൾ നടത്തുന്നത്? എന്നാൽ കേൾക്കണം സഹോദരങ്ങളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം എത്രയായിരുന്നു എന്ന്. നബി വഫാത്തായി കിടക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിയന്ത്രണം വിട്ടുപോയി. അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോയി. അദ്ദേഹം എന്തോക്കെ പുലമ്പാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, വമാ മാത മുഹമ്മദ്, മുഹമ്മദ് നബി മരിച്ചിട്ടില്ല. നബി മരിച്ചിട്ടില്ല, മരിച്ചിറക്കിയാണ്. എന്നിട്ട് പറയാണ് മരിച്ചിട്ടില്ല നബി. രംഗം വല്ലാത്ത ഒരു രംഗം. എന്തു പറയും? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ആർക്കെങ്കിലും ചെല്ലാൻ പറ്റും? ആർക്കെങ്കിലും
പറയാൻ പറ്റൂ, വാളും കൊണ്ട് നടക്കുകയാണ്. ആരെങ്കിലും നബി മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അവനും കൊല്ലും. ഞാൻ ആ സ്നേഹത്തിന്റെ ആ രൂപമാണ് പറയുന്നത്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടെ ഇല്ലായിരുന്നു, അറിഞ്ഞു വരികയാണ്. അറിഞ്ഞു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പുണ്യ ശരീരത്തിൽ, ആ നെറ്റിത്തടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മ കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ മിമ്പറിലോട്ട് കയറി. എന്നിട്ട് ഒരു ചെറിയ പ്രസംഗം അങ്ങോട്ട് നടത്തി. മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഖദ് മാത്, അദ്ദേഹം ഇതാ മരണപ്പെട്ടു. വമൻ കാന യഅബുദു അല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മരിക്കാത്തവനുമാണ്. എന്നിട്ട് ആയത്ത് ഓതി കേൾപ്പിക്കണം. ഒരു ആയത്ത് സന്ദർഭത്തിൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ അഫഇമ്മാ തഅഉ ഖതിലൻ ഖലബതും അല അഅഖാബികും. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, നബി ഒരു റസൂലല്ലാതെ മറ്റാരുമല്ല. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പും ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ നബി മരിച്ചുവെന്ന് കേട്ടോ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടുവെന്ന് കേട്ടാൽ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യം. അതൊരു സന്ദർഭമാണ്, ഒരു യുദ്ധ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. ആ ആയത്ത് അങ്ങോട്ട് ഓതിക്കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. ശാന്തനായി ഉമർ ശാന്തനായി. നോക്കുക സഹോദരങ്ങളെ, ഇതായിരുന്നു അവരുടെയൊക്കെ സ്നേഹം. എന്നിട്ട് ഈ റബീഉൽ അവ്വൽ വന്നിട്ട് അവർ എന്തെങ്കിലും ഒരു പ്രത്യേകമായ ആചാരം അവർക്ക് മറന്നുപോയതാണോ? റബീഉൽ അവ്വൽ അങ്ങനെയാണോ നമ്മൾ ധരിക്കുന്നത്? സഹോദരങ്ങളെ, അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ഇത് അതുപോലെ തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷക്കാലം, അലി റളിയല്ലാഹു അൻഹു 5 കൊല്ലക്കാലം, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയ 30 വർഷം റബീഉൽ അവ്വൽ കടന്നു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു റബീഉൽ അവ്വലിൽ അവരിങ്ങനെ ഒരു കൊടിയൊക്കെ ഇല്ലാഞ്ഞിട്ടാണോ, അവർക്ക് കൊടിയില്ലാഞ്ഞിട്ടാണോ, ജാഥ നടത്താൻ അറിയാഞ്ഞിട്ടാണോ, പായസം വെക്കാൻ അറിയാഞ്ഞിട്ടാണോ, മിഠായി വിതരണം ചെയ്യാൻ അറിയാൻ വയ്യാഞ്ഞിട്ടാണോ, ഈത്തപ്പഴം കൊടുക്കാൻ അറിയാഞ്ഞിട്ടാണോ അവർ നബിദിനം ആഘോഷിക്കാഞ്ഞത്? ഇല്ല, അങ്ങനെ ഒന്ന് പ്രവാചകൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെയല്ലയോ ജന്മദിനം കഴിക്കൽ അല്ല. ഇസ്ലാം പറയാത്തത് ചെയ്തുകൊണ്ടല്ല അവർ റസൂലിനെ സ്നേഹിച്ചത്. നബി പഠിപ്പിച്ചത് അവർ ചെയ്തിരുന്നു. അതാണ് സുന്നത്ത്. അത് അവർ ജീവിതത്തിൽ പകർത്തിയിരുന്നു. സുന്നത്ത് അവരുടെ ജീവിതത്തിൽ പാലിച്ചിരുന്നു. എങ്ങനെയൊക്കെയാണോ പ്രവാചകൻ പറഞ്ഞിരുന്നത്, നടന്നിരുന്നത്, ആ നടത്തം പോലും അവർ പിൻപറ്റിയിരുന്നു. പ്രവാചകൻ നടന്നത് പോയതുപോലെ നടക്കാൻ സഹാബികൾ ശ്രമിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. പ്രവാചകന്റെ നടപ്പ് അത്രമാത്രം പ്രവാചകനെ പിൻപറ്റിയിരുന്ന, ആ സുന്നത്തിനെ സ്നേഹിച്ചിരുന്ന ആളുകൾ ഒരിക്കൽ പോലും ഈ മീലാദുൻ നബി ആഘോഷിച്ചിട്ടില്ല. പിന്നെ എപ്പോഴാണ് ഇത് വരുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് മഹാനായ ഇമാം താജുദ്ദീൻ അൽ ഫാഖിഹാനി റഹ്മഹുല്ലാ അദ്ദേഹം പറയുന്നു. ഇമാം ഫാഖിഹാനി റഹ്മഹുല്ലാ അദ്ദേഹം പറയാൻ ലാ അഅലമു ലിഹാദൽ മൗലൂദി അസ്ലൻ ഫീ കിതാബി വലാ സുന്ന, ഞാനിത് കാണുന്നില്ല കിതാബിൽ, അല്ലാഹുവിന്റെ കിതാബിലോ സുന്നത്തിലോ ഈ മൗലൂദിന് യാതൊരു അടിസ്ഥാനവും ഞാൻ കാണുന്നില്ല. ولا ينقل عمله من أحد من العلماء الأمة الذين هم القدوة في الدين المتمسكون بآثار المقدمين. അതായത് നമുക്ക് മാതൃകയും മുൻഗാമികളുടെ പാത പിന്തുടരുന്നവരുമായ ഈ ഉമ്മത്തിലെ ഉലമാക്കൾ ആരെങ്കിലും അത് ആഘോഷിച്ചതായി സ്ഥിരപ്പെട്ടു വന്നിട്ടുമില്ല. അദ്ദേഹം പറയുക, ഇമാം ഫാഖിഹാനി മാലിക്കി മദ്ഹബിലെ പണ്ഡിതനാണ് അദ്ദേഹം പറയുന്നത്, ഇത് മുൻഗാമികൾ ആരും ചെയ്യാത്ത, അവർ അങ്ങനെ ആഘോഷിച്ച ഒന്നും ഒരു തെളിവും ഇല്ല എന്നാണ് പറയുന്നത്.
എന്നിട്ട് പിന്നെ ഇത് അദ്ദേഹം ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് കൂടി പറയുന്നു. ബൽ ഹുവ ബിദ്അത്തുൻ അഹദസുഹ അൽബത്താലൂന വശഹവതു നഫ്സിൻ. ബാത്തിലിന്റെ ആളുകളും തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായ ആളുകളാണ് ഈ ബിദ്അത്ത് തുടങ്ങി വെച്ചത്. ബാത്തിലിന്റെ ആളുകളും തന്നിഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ് ഇത് തുടങ്ങി വെച്ചത്. എപ്പോഴാണ് അദ്ദേഹം വഫാത്തായത്? ഹിജ്റ 734. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതി വെച്ചതാണ്. ഹിജ്റ 700 എഴുതി വെച്ചതാണ്. ആ കാലഘട്ടത്തിൽ എഴുതി വെച്ചതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ഇവര് തുടങ്ങിയത് ഇത് ബത്താലൂന ബാത്തിലിന്റെ ആളുകളും തന്നിഷ്ടക്കാരുമാണ് ഇത് തുടങ്ങി വെച്ചത്. അത് ഏറ്റെടുത്തതോ ഇഖ്തനി ബിഹൽ അക്കാലൂൻ, തീറ്റക്കൊതിയന്മാർ പിന്നെ അത് ഏറ്റെടുത്തു. നോക്കിയേ, മൗലൂദിന്റെ പുറകിലൊക്കെ എന്താണ്? തീറ്റയാണ്. നബിദിന ആഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പിന്നിലൊക്കെ നടക്കുന്ന വിഭവ സമൃദ്ധമായ പിന്നെ ആഹാരമാണ്. ചീരണി എന്നെല്ലാം പറഞ്ഞിട്ട് അത് അങ്ങനെ ആഹാരം കൊണ്ട് അങ്ങ് തീറ്റയോട് തീറ്റയാണ്. ബിരിയാണി വെക്കും. പിന്നെ ആടുകളെ ഈ നബിദിനത്തിലേക്ക് നേർച്ചയാക്കിയിട്ട് വലിയ പള്ളിയിൽ 15ഉം 20ഉം ചെമ്പ് ബിരിയാണി വിതരണം. ഇതൊക്കെ നടക്കുന്നത് അദ്ദേഹം പറഞ്ഞ എത്ര സത്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് മൗലൂദിന്റെ കോലം. ഇത് ഉത്തമരായ ഒരു സഹാബിയോ താബിഈങ്ങളോ തബഉ താബിഈങ്ങളോ ആരും ചെയ്യാത്ത ഒരു പുത്തനാചാരം. എന്നിട്ട് ഇത് പിൻപറ്റി മുറുകെ പിടിച്ച് നബി പഠിപ്പിക്കാത്തത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചവരെ എന്ത് ചെയ്യാണ്? പുറത്താക്കുകയാണ്. ഇവർ പുത്തംവാദികളാണ്, വഹാബികളാണ് എന്ന് പറയുന്നു. ഇത് ദീനിന്റെ കാര്യമല്ലേ സഹോദരങ്ങളെ? അല്ലാഹും റസൂലും പഠിപ്പിച്ചതിന്റെ അവിടെ നിൽക്കലല്ലേ നമ്മൾ ചെയ്യുന്നത്? അതല്ലേ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം. അള്ളാഹു പറഞ്ഞ അനുസരിക്കലല്ലേ സ്നേഹം. നബി പറഞ്ഞതനുസരിക്കലല്ലേ നബിയോടുള്ള സ്നേഹം, മുഹബ്ബത്ത്. അത് ചെയ്യുന്നവരാണ് നമ്മൾ. അത് ചെയ്തു വരുന്നവരാണ് നമ്മൾ. അത് അങ്ങനെ ആ പരമാവധി പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് സുന്നികളെന്ന് പേരില്ലെന്നേ ഉള്ളൂ. പക്ഷേ എന്നാൽ യഥാർത്ഥ സുന്നത്തിനെ പിൻപറ്റുന്നവർ ഈ പറയപ്പെട്ട ഇവര് പുറത്താക്കുന്ന നമ്മളാണ്. നമ്മളെ അന്യരാക്കുകയാണ്. ഇവര് പുതിയ ആളുകളാണെന്നൊക്കെ പിന്നെ എന്ത് ചെയ്യാണ്? വെച്ച് കാച്ചുകയാണ്. സാധാരണ പ്രസംഗത്തിലൊക്കെ കേൾക്കണം. ഇവര് പറയുന്ന പ്രസംഗത്തിലൊക്കെ പറയുന്നതേ. എന്നിട്ട് പറയുന്നത് എന്താണ്? ലോകം മുഴുവനും മൗലൂദാണ്. ഈ ലോകം മുഴുവനും മൗലൂദാണ്. ഫാത്തിഹ പോലും മൗലൂദാണ്. പണ്ഡിതൻ പ്രസംഗിക്കുകയാണ്, ഫാത്തിഹ പോലും മൗലൂദാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നില്ലേ? എന്താണ് ആ പറയുന്നതിന്റെ അർത്ഥം? നബിയിലേക്കാണ് ഞങ്ങൾ. ഖുർആൻ ഓതിയിട്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ എന്താ? പടച്ചവനെ നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണം. ഇവർ പറയുന്നത് എന്താ? ഫാത്തിഹ അതും മൗലൂദാണ് പറയുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നീ എന്താണ്? നബിയിലേക്കല്ലേ നമ്മൾ ചെല്ലേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഈ കൗമിനെ പറ്റിക്കുകയാണ്. ഈ പൗരോഹിത്യം പറ്റിക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് വിട്ടു നിൽക്കണം, മാറി നിൽക്കണം, അകന്നു നിൽക്കണം. മനസ്സുകൊണ്ടെങ്കിലും ഒരു വെറുപ്പ് വേണം നമുക്ക്. അല്ലാതെ ഒരു ചായ്വല്ല വേണ്ടത്. മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഈ ബിദ്അത്ത്, ശിർക്ക്, ഖുറാഫാത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു നമ്മെയും ഈ കൗമിനെയും നമ്മുടെ ഈ സമൂഹത്തെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبي المرسلين وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഓതിക്കേൽപ്പിച്ചത് സൂറ യൂനിസിലെ 58-ാമത്തെ ആയത്ത്. ഈ ആയത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നബിദിനത്തിന് തെളിവ് ഉണ്ടാക്കുന്നത്, തെളിവ് പറയുന്നത് ഈ ആയത്ത് വെച്ചുകൊണ്ട്. എന്താണ് ആ ആയത്തിൽ അല്ലാഹു പറയുന്നത്? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉ. ഇതാണ് ആ ആയത്ത്.
ഈ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതി, അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടുമാണ് അത്. ഏതെന്ന് തൊട്ടുമുകളിലുള്ള ആയത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ടുമാണ് അത്. അതങ്ങനെ നിർത്തുകയാണ്. ആ ആയത്ത് അങ്ങനെ തുടർന്നു വരികയാണ്. അതിനാൽ അവർ സന്തോഷിച്ചുകൊള്ളട്ടെ, അതിനാൽ അവർ സന്തോഷിച്ചുകൊള്ളട്ടെ. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, അവർ സമ്പാദിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണത്. അവർ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. സഹോദരങ്ങൾ, ഇവിടെ തിരിച്ചറിയണം എന്തിനെ കുറിച്ചാണ് ഫബിദാലിക ഫൽയഫ്റഹു എന്നൊക്കെ പറഞ്ഞത്. അതിനാൽ അവർ സന്തോഷിച്ചുകൊള്ളട്ടെ, ഇത് നബിദിനത്തിന് തെളിവാക്കുകയാണ്. അതിനാൽ അവർ സന്തോഷിച്ചുകൊള്ളട്ടെ. ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞു, റഹ്മത്ത് എന്ന് വന്നു. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി. ഈ റഹ്മത്ത് ഏതാണ്? അത് അതിന്റെ തൊട്ടുമുകളിലുള്ള ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. യാ അയ്യുഹന്നാസ്, തൊട്ടുമുകളിലുള്ള ആയത്താണ്. ഈ ആയത്തും അതിന്റെ തുടർച്ചയാണ് ഈ പറയുന്നത്. എന്നിട്ട് ആ ഭാഗം മാത്രം എടുത്തിട്ട് ഇവര് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. എന്താണ് അല്ലാഹു പറയുക? യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും, ഇതാ നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്ന്, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് സതുപദേശം വന്നിരിക്കുന്നു. സതുപദേശം മൗഇളത്ത് വന്നിരിക്കുന്നു. വശിഫാഉൻ, ശിഫയാണ് ലിമാ ഫി സുദൂർ, നിങ്ങൾ ഈ ഹൃദയങ്ങൾക്ക് അത് ശിഫയാണ്, ശമനമാണ്. വഹുദൻ, സന്മാർഗമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് റഹ്മത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഏതാണ് അയച്ചത്, ഏതാ വന്നത്? ആ സതുപദേശം ഏതാ? ഖുർആൻ. ആ ഖുർആൻ പിൻപറ്റി ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തരികയാണ്. ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി, അതിനാൽ അവന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടും ആണത് ഈ അയച്ചു തന്നത്. അള്ളാഹു ഈ ഇറക്കി തന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും ഔദാര്യം കൊണ്ടുമാണ് എന്ന് ഖുർആനിനെ സംബന്ധിച്ചാണ്. ഇവര് പറയുന്ന ഈ റഹ്മത്തുൽ ലിൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയാണ് ഇവർ പിടിക്കുന്നത്. പക്ഷെ ഈ ഇവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞുപോയ പ്രഗത്ഭരായ മുഫസ്സിരിങ്ങൾ, ഖുർആൻ പിന്നെ പണ്ഡിതന്മാർ, മുഫസ്സിരിങ്ങൾ, ഇമാം ഖുർത്തുബിയെ പോലെയുള്ള അങ്ങനെയുള്ള ഇമാമുമാർ ഒക്കെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ഖുർആനാണ്, ഒന്ന് ഇസ്ലാമാണ്. ഈ ആയത്തിന് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞ ഇത് സന്തോഷിച്ചു കൊള്ളാന്നൊക്കെ പറഞ്ഞ ഇസ്ലാം കൊണ്ടും അതേപോലെ ഖുർആൻ കൊണ്ടും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുവിൻ. അല്ലേ, അള്ളാഹു നമുക്കൊരു മാർഗദർശനം രേഖ നമുക്ക് തന്നു. വഴിതെറ്റി പോവുകയില്ല. അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ ഒരിക്കലും വഴിതെറ്റുകയില്ല. ഇഹലോകത്തും പരലോകത്തും അത് നമ്മളെ കാത്തുരക്ഷിക്കും. ആ ഖുർആൻ പിൻപറ്റി ജീവിക്കാനുള്ള കൽപ്പനയാണ് ഇവർ തെളിവാക്കി കൊണ്ടുവരുന്നത്. നബിദിനത്തിന് തെളിവാക്കി. അപ്പൊ ഇത് ആരും ഈ സഹാബിമാരോ ഈ ആയത്ത് അവർക്കല്ലേ ഇത് ആയത്ത് അവതരിച്ചത്? അങ്ങനെയാണെങ്കിൽ അന്നു മുതൽ അവരാഘോഷിക്കണ്ടേ? അവരാഘോഷിച്ചിട്ടില്ല. അവരാഘോഷിച്ചെങ്കിൽ അത് ഈ ആയത്ത് വെച്ചുകൊണ്ട് പറയണ്ടേ? പ്രവാചകനല്ലേ ഇത് ഓതിക്കൊടുത്തത്? അതാ പ്രവാചകൻ പറഞ്ഞു കൊടുക്കില്ലേ ഇതെന്റെ ജന്മദിനത്തിനെ കുറിച്ചാണ് എന്ന്? അപ്പൊ ഇതൊക്കെ ഇവര് അതും ചെയ്യും. ഇത് അള്ളാഹുവിനെ അല്ലാത്തവരെ ആരാധിക്കാൻ ഖുർആനിൽ തെളിവുണ്ട് എന്ന് സ്ഥാപിക്കുന്നവർക്ക് ഇത് സ്ഥാപിക്കാൻ ഒരു പേടിയുമില്ല, ഒരു പ്രയാസവുമില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴും ആയത്ത് വരും അവർക്ക്, ഈ പറയുന്ന കൂട്ടർ. അപ്പൊ ഒരു പേടിയില്ല. ഇവിടെ അള്ളാഹിനെ പേടിയില്ലാത്ത ഒരു വർഗം ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ, ഈ പുരോഹിത വർഗം. ഒരു പേടിയുമില്ല. വായു വരുന്ന അങ്ങ് അടിച്ചു വിടുകയാണ്. കണ്ടില്ലേ, ഇവരെ തടിച്ചു കൊഴുക്കുകയാണ്. വരുന്ന കാറുകളൊക്കെ കണ്ടില്ലേ, വില കൂടിയ കാറുകളാണ്. സമൂഹത്തെ ചൂഷണം ചെയ്യാണ്. ഓരോ ആളുകൾ പറഞ്ഞിട്ട് തങ്ങളുടെ പോരിശ പറയുകയാണ്. സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പായാർ സ്വലാത്ത് വരൂ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. നല്ല കോടിക്കണക്കിന് രൂപയുടെ വീടും അതേപോലെ വാഹനവും ഒക്കെ അങ്ങനെ വളരുകയാണ് അവർ. ഇത് ആരെ പറ്റിച്ചിട്ടാണ്? ഈ സമൂഹത്തെ പറ്റിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കണം, യാഥാർത്ഥ്യം തിരിച്ചറിയണം. നമ്മൾ യഥാർത്ഥ സ്നേഹവും ഈ പറയുന്ന ഇവരുടെ സ്നേഹവും നമ്മൾ തിരിച്ചറിയണം. അള്ളാഹുവിന്റെ റസൂലിന്റെ മുടി കൊണ്ടുവന്നിട്ട് പോലും കച്ചവടം ചെയ്യാൻ ശ്രമിച്ചവരാണ്. ആ മുടിയെ പറ്റി,
ആ മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണോ? അല്ല എന്നുള്ളത് പച്ചപ്പരമാർത്ഥമാണ്. നബിയുടെ മുടി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ്? അതിങ്ങനെ പിന്നെ കുപ്പിയിലാക്കി വെള്ളം ഒഴിച്ചിട്ട് 1000 രൂപ ആക്കി വിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ പ്രവാചകനെ സ്നേഹിക്കുന്നവർ നമ്മളാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് എല്ലാം പ്രവാചകൻ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ നമ്മളത് നിർവഹിക്കും. ആ വിധത്തിൽ സുന്നത്തിനെ പിൻപറ്റി അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് ആ യഥാർത്ഥ പ്രവാചക സ്നേഹികളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. എല്ലാവിധ ഖുറാഫത്തുകളിൽ നിന്നും ശിർക്കുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും ഈ സമൂഹത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറും ബർക്കത്തും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരന്റെ പിതാവ് ഈ അടുത്ത് മരണപ്പെടുകയുണ്ടായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഈ പള്ളിയിൽ തൊട്ടടുത്ത പള്ളിയിലൊക്കെ ബാങ്ക് വിളിക്കുകയും ഒക്കെ പള്ളി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം ഈ അടുത്ത് വഫാത്തായി മരണപ്പെട്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ എല്ലാ സന്തതികളെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ കൃത്യമായി അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി വളരുവാൻ അല്ലാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.